CR നീലകണ്ഠൻ, ഇപ്പോൾ KSIDCയിലെ പരിശോധന കഴിയുമ്പോൾ അടുത്തതായി പരിശോധന നടത്തേണ്ടത് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഇനി എക്സാലോജിക്കിലേക്ക് അന്വേഷണം സ്വാഭാവികമായിട്ടും വരണം. ഒരു പരാതി ഉണ്ടായിരുന്നു, അത് CPM സംസ്ഥാന സെക്രട്ടറി പോലും പറഞ്ഞതാണ്. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഒരു ഉത്തരവ് നൽകിയപ്പോൾ വീണ വിജയനെ കേട്ടില്ല, എക്സാലോജിക്കിനെ കേട്ടില്ല എന്ന്. ROCയുടെ അന്വേഷണത്തിൽ അങ്ങനെ രേഖകൾ ആവശ്യപ്പെട്ടു ഒന്നും തന്നില്ല എന്ന് ROC റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു പരാതിയുമില്ലാത്ത വിധത്തിലുള്ള അന്വേഷണം നടത്താൻ SFIOയ്ക്ക് സാധിക്കും. താങ്കൾ പ്രതീക്ഷിക്കുന്നില്ലേ അങ്ങനെ ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് SFIO നീങ്ങുകയാണെന്ന്? അതോ അഡ്ജസ്റ്റ്മെന്റുകൾ താങ്കൾ സംശയിക്കുന്നുണ്ടോ? മഞ്ജുഷേ, സത്യം അഴിമതി ചെയ്ത ആളുകളൊക്കെ ഏത് പാർട്ടിയായാലും മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും അതിന് ശിക്ഷ അനുഭവിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ CMRL എന്ന കമ്പനിക്കെതിരെ മഞ്ജുഷ് കൊച്ചിയിൽ കുറക്കാലം വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കൊച്ചിയിൽ മാധ്യമപ്രവർത്തകനായിട്ട് എത്ര കൊല്ലമായി CMRL എന്ന് പറയുന്ന കമ്പനി നടത്തുന്ന കൊടും കൊള്ള, അത് മണൽ കൊള്ളയാവാം, പെരിയാറിലെ വെള്ളമാവാം, മൾട്ടി കളർ ഈസ്റ്റ്മാൻ കളറിൽ പെരിയാറിലേക്ക് വിഷം വിട്ട് ലക്ഷക്കണക്കിന് മത്സ്യങ്ങളെ കൊന്നൊടുക്കി, ഇതൊക്കെ ഉണ്ടായിട്ടും ഈ കമ്പനി രക്ഷപ്പെട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഇപ്പോഴൊരു ഗവൺമെന്റ് മാത്രമല്ല, എല്ലാ കാലത്തും. അതുകൊണ്ടാണ് എല്ലാ കക്ഷികൾക്കും കൊടുത്തു എന്ന് പറയുന്നത്. എനിക്ക് BJP കിട്ടിയോന്ന് എനിക്കറിയില്ല, ഇപ്പോൾ വന്ന പേരുകൾ പുറത്തു വന്നിട്ടില്ല, വരുമായിരിക്കും. മാധ്യമങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു, ആർക്ക് കിട്ടിയെന്ന് അറിയില്ല. അപ്പോൾ പ്രശ്നം എന്താ? ഈ കർത്താവ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കമ്പനി കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ ഉദ്യോഗസ്ഥരെയും ഒരു കൈപ്പിടിയിലാക്കാൻ ശേഷി ഉള്ള ഒരാളാണ്. ആരും ഇദ്ദേഹത്തോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ എന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കമ്പനിയെ നിലനിർത്താൻ വേണ്ടിയാണ് രാഷ്ട്രീയ നേതാക്കൾക്കും ഇവർക്കൊക്കെ കൊടുത്തത്. അപ്പോൾ അത് കുഞ്ഞാലിക്കുട്ടിയാവാം, രമേശ് ചെന്നിത്തലയാവാം, പിണറായി വിജയനാവാം, ആര് വേണേയാവാം, ഞാൻ അതിനെക്കുറിച്ച് ആ തർക്കത്തിലേക്കില്ല. 150 കോടി രൂപ അയാൾ കൊടുത്തു എന്ന് ഒരു വർഷത്തെ കണക്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കൊടുത്തു എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ 150 കോടി രൂപ കൊടുത്താൽ അതിൻ്റെ 13% KSIDCക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ 18-19 കോടി രൂപ KSIDCയുടെ പോയി. അതവിടെ നിൽക്കട്ടെ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഈ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഏജൻസികളും ഇവർക്ക് വേണ്ടി മാത്രം വിടുപണി ചെയ്തിട്ട്, എനിക്ക് ഓർമ്മയുണ്ട് മഞ്ജുഷേ, 10 കൊല്ലം 12 കൊല്ലം മുമ്പ് മുതലേ നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്യുക CMRLന്റെ വിഷയം. അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഇവിടുത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരും ഈ കർത്താവിനെ സാറെന്നാണ് വിളിക്കുക. എന്താ കാര്യം? ഞാൻ കണ്ടിട്ടുണ്ട് വലിയ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ സാറ്, ഞങ്ങൾ ഒന്നിച്ച് ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇയാളെ എവിടുത്തെ സാറ്? ഇനി അത് മാത്രമല്ല, ഈ കർത്താവിൻ്റെ അനിയന് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് അയാൾക്ക് ഒരു ഇത് കിട്ടി. എന്താണ്? കൊച്ചി സെനറ്റിലേക്ക് ഒരു നോമിനേഷൻ, വ്യവസായിയുടെ നോമിനേഷൻ സർക്കാർ കൊടുത്തു. അതിവിടെ ഒരു ആഘോഷം നടത്തി. മഞ്ജുഷിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, വലിയ ആഘോഷം. ആരൊക്കെ പങ്കെടുത്തു എന്ന് നമ്മൾ വിചാരിച്ചേ? അതിൽ പങ്കെടുക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവില്ല. പിണറായി വിജയനും VS അച്യുതാനന്ദനും അടക്കം, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും മുരളീധരനും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയൊക്കെ. അന്ന് അതിൽ പങ്കെടുക്കരുന്ന് VS അച്യുതാനന്ദനോട് ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ. കാരണം ഇത്രയും തട്ടിപ്പെടുന്ന ഒരു കമ്പിനിയാണ്. എനിക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല, അദ്ദേഹം പങ്കെടുത്തു. ഞാൻ ഒടുവിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഓഹരി വരെ ഇല്ലേ, ഓഹരി പങ്കാളിത്തം വരെ നേടിയെടുക്കുവാനായിട്ട് ആ കമ്പനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇത്രമാത്രം നടത്തിയ ഒരു കമ്പനിയുമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ കരാറിൽ ഏർപ്പെട്ടത്. അവിടെയാണ് ഈ ചോദ്യം വരുന്നത്. ഇപ്പോൾ CPMന്റെ ചോദ്യം ഇത്രയേ ഉള്ളല്ലോ, മുഖ്യമന്ത്രി കമ്പനി നടത്താൻ പാടില്ല, ഒരു കമ്പനിയുമായിട്ടും കരാറിൽ ഏർപ്പെട്ടുകൂടെ എന്ന്. പക്ഷെ ഇങ്ങനെയൊരു കമ്പനിയുമായിട്ടാണ്. അല്ല, ഇവിടെ ചോദ്യം അതല്ല. നേരത്തെ അതല്ല, ഇവർ തന്നെ കൊടുത്ത മൊഴികളുണ്ടല്ലോ. ഞങ്ങൾക്ക് റോ മെറ്റീരിയൽ കിട്ടാൻ എവിടെ നിന്ന് കിട്ടണം? കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ KMML നിന്ന് പൊക്കണം. എനിക്കറിയാം അതിൽ ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും ഇപ്പോൾ പോണില്ല. കരിമണൽ ഖനനവുമായി നടക്കുന്ന തട്ടിപ്പ്. അവിടെ ഒരു ഗ്രാമം ഇല്ലാതായി മഞ്ജുഷേ. 98 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്ന ഒരു ആലപ്പാട്, എൻ്റെ സുഹൃത്ത് ബൽദേവിന് അറിയുമെന്നറിയില്ല, ആലപ്പാട് എന്ന് പറയുന്ന ഗ്രാമം ഇപ്പോൾ 9 സ്ക്വയർ കിലോമീറ്റർ ഇല്ല, 10-ൽ 1 കുറഞ്ഞു. ഈ കർത്താവ് പോലെയുള്ള ആളുകളുടെ കർമ്മം പോലെയുള്ള കാരണം കൊണ്ട്. ഇനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ആരുമായിട്ടും കരാറുണ്ടാക്കാം. മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്താ കരാറുണ്ടാക്കിയ കുഴപ്പം? ഒരു കരാറുമില്ല. പക്ഷേ ഇപ്പോൾ നേരത്തെ ബൽദേവ് പറഞ്ഞൊരു കാര്യം, ഈ കരാറിൽ പൊതുജനങ്ങൾക്ക് താല്പര്യമില്ല. ഈ കരാറിൽ പൊതുജനങ്ങൾക്ക് താല്പര്യമുണ്ട്. 2 കാരണമുണ്ട്. അത് KSIDCയുടെ മാത്രം കാര്യമല്ല. ഞാനീ പറഞ്ഞ പോലെ എന്തിനാണ് ഈ കരാർ, എന്തിനാണ് പൈസ കൊടുത്തത്? ആ കൊടുത്തത് കൃത്യമായും കേരളത്തിൻ്റെ വെള്ളം നശിപ്പിക്കാനും തീരെ നശിപ്പിക്കാനുമാണ്. അത് ഒളിച്ചു വയ്ക്കാനാണ്. അതിന് പബ്ലിക് എന്ന നിലയ്ക്ക് ഞാൻ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന എനിക്ക്, അവിടുന്ന് വെള്ളം കുടിക്കുന്ന എനിക്ക്, പെരിയാറിൻ്റെ വെള്ളം പോയാൽ എനിക്കും
40 ലക്ഷം ആളുകൾക്ക് കുടിക്കുന്ന വെള്ളമാണ് പെരിയാർ. ആ പെരിയാർ നശിപ്പിച്ചാൽ അതിൽ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്, എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഗിരീഷ് കുമാർ കേസ് പോയത്. ഗിരീഷ് കുമാർ അദ്ദേഹം മരിച്ചു പോയതുകൊണ്ടാണ് ഹൈക്കോടതി പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അത് പിന്നെ ഷോൺ ജോർജ് വരുന്നു, അതിൻ്റെ കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞു വിജിലൻസ് ഇത് തള്ളി. വിജിലൻസ് തള്ളും. കാരണം എന്താ, ആരാതിലെ അദ്ദേഹം പറഞ്ഞു ശരിയാ, ആരാതിലെ പരാതിക്കാരൻ. ഈ പരാതിയിൽ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താ? ഇവിടെ പ്രശ്നം എന്താ? പിന്നെ കേരളത്തിലെ വിജിലൻസ് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഏതെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വിജിലൻസ് കോടതി എടുക്കില്ല, വിജിലൻസ് എടുക്കില്ല, ഒരു കേസ് എടുത്തില്ല. വല്ല വില്ലേജ് ഓഫീസർ 25 രൂപ 500 രൂപ കൈക്കൂലി വാങ്ങി പിടിക്കുന്നല്ലാതെ വേറൊരു കേസും എടുത്തിട്ടില്ല. ഇപ്പൊ എത്ര കേസുകൾ ഇവിടെ വന്നു, ജയരാജനെതിരെ മുതൽ ഇങ്ങോട്ട് എത്ര കേസ് വന്നു, ഒന്നും വിജിലൻസ് എടുത്തില്ല. അതിൽ എനിക്ക് യാതൊരു അത്ഭുതമില്ല. പ്രശ്നം അതല്ല. ഇപ്പോഴും മഞ്ജുഷി ചോദിച്ച ചോദ്യത്തിലേക്ക് ലാസ്റ്റ് ഞാൻ വരികയാണ്. എനിക്കൊരു പ്രതീക്ഷയുമില്ല, ഒരു പ്രതീക്ഷയുമില്ല. ഞാൻ അത്രത്തോളം, കാരണം നമ്മുടെ അനുഭവം, ഈ ഒരു രാഷ്ട്രീയ നേതാവിനെയും ബാലകൃഷ്ണ പിള്ള ഒഴിച്ച് ബാക്കി ഒരു രാഷ്ട്രീയ നേതാവും കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരു ദിവസം പോലും ഈ അഴിമതിയുടെ പേരിൽ ജയിലിൽ കിടന്നിട്ടില്ല. അപ്പോൾ ചോദ്യം ചെയ്യൽ വരെ നീളുമായിരിക്കും പരമാവധി അല്ലേ? ശ്രീ CR നീലകണ്ഠൻ, ഒരു ചോദ്യം ചെയ്യലോ അതിന് മറ്റൊരു പേരിൽ മൊഴിയെടുപ്പോ എത്ര അഴിമതി ആരോപണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ പോകുമെന്ന് തന്നെയാണ് എൻ്റെ അനുഭവമാണ്. ഇനി അല്ലാതെ ഏതെങ്കിലും നേതാവ്, എനിക്ക് വീണ വിജയൻ ശിക്ഷിക്കപ്പെടുന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരാൾ ഇവിടുത്തെ പ്രകൃതി വിഭവത്തിന്റെ കൊള്ളയ്ക്കോ പൊതു മുതലിന്റെ കൊള്ളയ്ക്കോ ഇതിന്റെ രണ്ടിനുമാണല്ലോ അഴിമതി നടത്തണേ. ഇതിൽ ഏതെങ്കിലും ഒരു കേസിൽ ഈ ഗവൺമെന്റ് 2016 വന്നപ്പോൾ പറഞ്ഞെന്താ, വിജിലൻസിനെ സ്വതന്ത്ര സംവിധാനമാക്കും. വിജിലൻസ് എന്ന സംവിധാനം ഇല്ലാതാക്കി എന്നുള്ളതായി ഇപ്പൊ സംഭവം. ഒരഴിമതിയും വരില്ല. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത്, UDF ഗവൺമെന്റ് കാലത്ത് എന്തൊക്കെ അഴിമതിയെക്കുറിച്ച് ഇവർ പറഞ്ഞു. ഒരു കേസിൽ ഇവർ ശിക്ഷിച്ചോ? ഒരു കേസിൽ ശിക്ഷിച്ചില്ലല്ലോ. അത് പറഞ്ഞിട്ടില്ല ഇവർ വന്നു. സോളാർ തുടങ്ങി കുറെ കാര്യം, ബാർ കോഴ, ഇപ്പൊ ബാർ കോഴ തമാശയാവുന്നേ. മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. ഇവിടെ കേന്ദ്ര ഏജൻസിയാണ്. അല്ല, കേന്ദ്ര ഏജൻസിയും എന്റെ മഞ്ജുഷയെ ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര മാസം ജയിലിൽ കിടന്നു? എത്ര മാസം? മുഖ്യമന്ത്രി അധ്യക്ഷനായ ലൈഫുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര പ്രാവശ്യം ജയിലിൽ കിടന്നിട്ട് ഒരു പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ വാതിലിന്റെ അവിടെ വരെ ഏതെങ്കിലും ഏജൻസി പോയോ? ഏതെങ്കിലും ഫയൽ ചോദിച്ചോ? മുഖ്യമന്ത്രി ചെയർമാനല്ലേ ലൈഫിന്റെ? എന്തേ ചോദിക്കാതിരുന്നത്? മുഖ്യമന്ത്രി ഒന്നും അറിയാതെ ഈ ശിവശങ്കരൻ എന്ന് പറയുന്ന ഒരു മഹാൻ അവിടെ ഇരുന്ന് എല്ലാ കുത്തിത്തിരിപ്പും ചെയ്തു എന്നൊക്കെ വിശ്വസിക്കണമെങ്കിൽ നമ്മളെന്താ മറ്റേ അരിഭക്ഷണം ഒരു ഭക്ഷണം കഴിക്കാണ്ടിരിക്കണ്ടേ? അരിഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഗോതമ്പ് കഴിച്ചാലും മതി, ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മില്ലറ്റ്സ് കഴിച്ചാലും മതി. പക്ഷേ ഒരു ഭക്ഷണവും കഴിക്കാത്തവർ മാത്രമേ അത് വിശ്വസിക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷ ആളല്ല. ഒരഴിമതിയും ഒരാളും പിടിക്കപ്പെടില്ല. അതൊക്കെ സെറ്റിൽമെന്റ് ആവും. കാരണം എല്ലാവർക്കും ഇതിൽ താല്പര്യങ്ങളുണ്ട്. കർത്താവിന്റെ അനിയൻ കേരളത്തിലെ അറിയപ്പെടുന്ന BJPയുടെ വ്യാപാരി വ്യവസായി സംഘടനയുടെ നേതാവാണ് എന്നതും കൂടി ചേർത്ത് വായിച്ചാൽ എനിക്ക് ഇതെല്ലാം ഏതാണ്ട് കാര്യങ്ങളാവും. അദ്ദേഹത്തിന്റെ അളിയൻ കുറെ കാലം ഇവിടെ മന്ത്രിയായിരുന്നു എന്നുള്ളത് ഞാനിതൊക്കെ വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ എൻ്റെ കയ്യിൽ കൃത്യമായി തെളിവുള്ളത് കൊണ്ടാണ്. ഒന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി. ശ്രീ